കലിമത്തുള്ള അതിപ്പോ എല്ലാ മനുഷ്യന്മാരും കലിമത്ത് തന്നെയല്ലേ? എല്ലാ സൃഷ്ടികളും അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു അല്ലാത്ത മുഴുവൻ സൃഷ്ടികളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോ അത് വചനമില്ലാതെ ഇപ്പോ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോ ഉണ്ടാവുന്നു. അത് ആ രീതിയിലല്ലാതെ ഏത് സൃഷ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയും. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഉണ്ടാവുക എന്ന് പറയുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോ റൂഹ് നൽകുന്നു, അല്ലെങ്കിൽ റൂഹ് ഊതുന്നു. അപ്പൊ ഈ റൂഹ് ഊതുന്ന പ്രക്രിയ എല്ലാം സൃഷ്ടികളിലും നടന്നിട്ടുണ്ട്. അപ്പോ ആ രീതിയിലാണ് അള്ളാഹുവിന്റെ സംവിധാനം ഉള്ളത്. ആ സംവിധാനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സൃഷ്ടിപ്പ്. പിന്നെ ഈസാ അലി ഇസ്ലാമിന്റെ ജനനത്തിന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിപ്പ് അത് ഈ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഒരു പുരുഷനില്ലാതെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയും, സ്ത്രീ ഇല്ലാതെ സൃഷ്ടിക്കാനും കഴിയും, പുരുഷനും സ്ത്രീയും ഇല്ലാതെ സൃഷ്ടിക്കാനും കഴിയും. അങ്ങനെ പല രീതിയിലും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയും. ഇനി ഒന്നുമില്ലാത്ത വസ്തുവിനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടാവാൻ പറ്റുന്നതേയുള്ളൂ. അത്രയും വളരെ നിസ്സാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പ് എന്നതാണ് അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. റൂഹുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്, കലിമത്തുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കലീം മൂസ നബിയ, കലീമല്ല കലിമത്ത്. കലീം എന്നത് സംസാരിച്ചു എന്നുള്ള നിലക്കുള്ള പദപ്രയോഗമാണ്. അള്ളാഹുമായി സംസാരിച്ച വ്യക്തി എന്നുള്ള നിലക്കുള്ള ഒരു പദപ്രയോഗം. ആ സംസാരിച്ചത് മൂസ നബി മാത്രമൊന്നുമല്ല, ധാരാളം പ്രവാചകന്മാര് സംസാരിച്ചിട്ടുണ്ട്. അത് പ്രവാചകനല്ലാത്തവർ പോലും സംസാരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹാക്ക് പിന്നെ പ്രത്യേകമായ സ്വർഗീയ ഭക്ഷണങ്ങളൊക്കെ വന്ന് ഭക്ഷിക്കുന്നത് കണ്ടപ്പോ സക്കരിയ നബി അലൈഹി ഇസ്ലാം പോയി ചോദിക്കുന്നുണ്ട്, അന്നാലക്കി ഹാദ, ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയത്? എന്നാ പറയുന്നത്, അള്ളാഹുവിൽ നിന്നാണ് ഇതൊക്കെ കിട്ടിയത് എന്നാ. അപ്പൊ അള്ളാഹുമായി പ്രവാചകൻ അല്ലാത്ത ഒരു പിന്നെ വ്യക്തികൾക്ക് പോലും സംസാരിക്കാനൊക്കെ കഴിയും. ആ നിലക്ക് മൂസ അലൈഹി സ്വലാമ മാത്രമാണ് സംസാരിച്ചത് എന്ന ഒരു വാദമൊന്നും നമ്മൾക്കിടയിലില്ല. പക്ഷെ അത് പ്രത്യേകമായിട്ടുള്ള പിന്നെ ഒരു സംസാര രീതി മൂസ അലൈഹി സ്വലാമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ നിലക്കാണ് ആ പദം ഒരു പ്രത്യേകമായി ഒരു പരിഗണന ആ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കലാമ് വന്നിട്ടുള്ളത്, പദപ്രയോഗം കലാമായി മാറിയിട്ടുള്ളത്. എന്നതുപോലെ ഈസാ അലി ഇസ്ലാമിൻ്റെതും കലിമത്ത് എന്ന പദപ്രയോഗവും വന്നിട്ടുള്ളത് അങ്ങനെയാണ്, ഒരു പ്രത്യേകമായ സൃഷ്ടിപ്പ് എന്നുള്ള ആൾക്കാർ. എന്നാൽ എല്ലാ സൃഷ്ടിപ്പും ഇങ്ങനെ തന്നെയാണല്ലോ. വചനം പിന്നെ അള്ളാഹുവിന്റെ കലിമത്ത് മുഖേനയാണ്. ആ കലിമത്ത് ഏതാ? കുൻ എന്നതാണ് ആ കലിമത്ത്. കുൻ ഫയകൂൻ എന്ന് പറഞ്ഞതാണ് ആ കലിമത്ത്. പിന്നെ ബൈബിളിന്റെ വ്യാഖ്യാനത്തില് അപ്പൊ ഈ പുരോഹിതന്മാര് വ്യാഖ്യാനിക്കുന്നതിനെ ഒപ്പിച്ച് ഖുർആനെ അവര് കൊണ്ടുവരാൻ നോക്കണത്. അതാണ് അവിടുത്തെ വിഷയം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയണ ആ സംഭവം ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയണേ, അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനവുമായി ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെ അതിലേക്ക് പിന്നെ ഏതെങ്കിലും തരത്തില് യോജിപ്പിക്കാനാണ് അവിടെ നോക്കുന്നത്. സത്യത്തില് ഈ പിന്നെ ഒന്നാമത്തെ അധ്യായത്തില് വെറും ഉണ്ടായിരുന്നു എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു, ലോകത്തിന്റെ വെളിച്ചമായിരുന്നു, അങ്ങനെ ആയിരുന്നു എന്നുള്ള ആവർത്തനം ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. അപ്പൊ അതന്നെ ഇത് എന്താ വെച്ചാൽ അതിന്റെ ഒരു പിന്നെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള അതിന്റെ പിന്നെ അപ്പൊ അതില് നമ്മൾ കാണുന്നത് എന്താ വെച്ചാല്
ഈ യോഹന്നാൻ ആ സുവിശേഷം എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ ഈ 95 കാലഘട്ടങ്ങളിലാന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോ പിന്നെ കോമൺ എറ അല്ലെങ്കിൽ AD ല്ലേ. അപ്പൊ അത് പിന്നെ 95 കാലഘട്ടങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശുവിന്റെ കാലഘട്ടത്തിനെ സൂചിപ്പിക്കുമ്പോഴാണ് ഇപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വരൂലല്ലോ. അതായത് പിന്നെ ഇപ്പൊ നമ്മള് ഇവിടെ ഇരുന്നിട്ട് മഹാത്മാഗാന്ധി അങ്ങനെ ചെയ്തിരുന്നു, മഹാത്മാഗാന്ധി പിന്നെ ഇന്നോടത്ത് പോയിരുന്നു എന്നൊക്കെ എഴുതണ പോലെ തന്നെ അന്ന് യോഹന്നാൻ എഴുതിക്കണ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ ആ 1-ാം അധ്യായം ക്ലിയർ ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ ഈ യോഹന്നാൻ പറയുന്നുണ്ട് സുവിശേഷത്തില് അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്ന്. ലോകമോ അവനെ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ലോകത്തിൽ അവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പറയാനുള്ള കാരണം ഈ 90-95 കാലഘട്ടത്തിൽ ഇരുന്നിട്ട് യേശുവിന്റെ കാലഘട്ടത്തെ അവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞത്. സത്യത്തിൽ യേശുവിനെ കുറിച്ചിട്ട് ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം ആ വചനം പിന്നെ അവരുടെ വിശ്വാസത്തിന് വിരുദ്ധാണ്. കാരണം എന്താ? യേശു ലോകത്തിലല്ല, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് യോഹന്നാൻ കാലഘട്ടം പിൽക്കാലഘട്ടത്തില് എഴുതിയ ഒരു പിന്നെ രചന ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ സുവിശേഷകന് യേശുവിനെ കുറിച്ചിട്ട് പിന്നെ അവിടെ അദ്ദേഹത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കുറിച്ചൊരു പുസ്തകം എഴുതുകയാണ്. അപ്പൊ ആ പുസ്തകം എഴുതുമ്പോ സ്വാഭാവികമായിട്ടും എവിടുന്ന് കൊണ്ടുവരണം? അതായത് ഇത് പിന്നെ പൂർവ അഥവാ പഴയ നിയമത്തിന്റെ തുടർച്ച തന്നെയാണ് എന്ന് വായനക്കാർക്ക് മനസ്സിലാവണം. അതിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ ആദിയിൽ വചനം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബൈബിളിന്റെ പിന്നെ അതിന്റെ പിന്നെ അത് എഴുതി വെച്ചിട്ടുള്ളതിന്റെ ഒരു ആഖ്യാന ശൈലി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ ഒറ്റ വചനത്തിൽ കൂടി പറയണത്. ആദിയില് പിന്നെ സൃഷ്ടിപ്പ്, അതായത് സൃഷ്ടിപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ പിന്നെ സൃഷ്ടിപ്പിന് ഉപയോഗിച്ച അതിനാണ് അവിടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇന്ന വസ്തുക്കൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്ന ആ സംഭവം, അതായത് ഇന്ന വസ്തു അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ, വിധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന്. അത് ബൈബിള് പുതിയ നിയമം അതിനെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് അത് സാക്ഷീകരിച്ചിട്ടുണ്ട്. ആ പത്രോസ് അദ്ദേഹത്തിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-6 വചനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഭൂമി ഉണ്ടായിന്ന്. കണ്ടോ? അപ്പൊ ഇത് പഠിക്കേണ്ടത് യേശുവിന്റെ ശിഷ്യന്മാരെന്നാണ്. ഇതിന്റെ വ്യാഖ്യാനം പഠിക്കേണ്ടത് യേശുവിന്റെ ശിഷ്യന്മാരെന്നാണ്. പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഭൂമി ഉണ്ടായി. അതന്നെ ഇവിടെ യോഹന്നാനും പറഞ്ഞിട്ടുള്ളൂ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ ആദിയിലത്തെ വചനം എന്ന് പറയുന്നതാണ് ഉൽപ്പത്തിയിലത്തെ വചനം. അപ്പൊ ഇവരതിനെന്താണ് ഇതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് യേശുവിന്റെ ദൈവത്വത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ഒരു വാക്യമായിട്ടാണ് ഇത് എടുക്കുന്നത്. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അതൊക്കെ ആ ഒരു പിന്നെ അതിന്റെ പിന്നെ ആന്തരിക സ്വഭാവമാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാല് അവിടെ ഉൽപ്പത്തിയില് ഇന്ന വസ്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നതിന് മുമ്പ് എന്താണ്? ദൈവത്തിന്റെ പിന്നെ ദൈവത്തിലാണ് ആ പിന്നെ വചനം നിലനിൽക്കുന്നത്. പിന്നീട് ഇന്ന വസ്തുക്കൾ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആ വചനം സൃഷ്ടികൾക്ക് ഗോചരമാകുന്നത്. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ന വസ്തുക്കൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ്? ആ വചനം ദൈവത്തോടു കൂടെയാണ്. പക്ഷെ വസ്തുക്കൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞോടുകൂടി എന്തായി? അത് സൃഷ്ടികൾക്കായി, സൃഷ്ടികൾക്ക് ഗോചരമായി ആ പിന്നെ വചനം. എങ്ങനെ? പ്രവാചകൻ മുഖാന്തരം അത് പിന്നെ ജനങ്ങൾക്ക് കിട്ടി.
അല്ലെങ്കിൽ മാലാക മുഖാന്തരം പ്രവാചകന്മാർക്ക് കിട്ടി. അപ്പൊ അവിടെ പിന്നെ എന്നിട്ട് പ്രവാചകന്മാരത് ജനങ്ങൾക്ക് കൊടുത്തു. അങ്ങനെയല്ലേ? അപ്പൊ അതാണ് അവിടെ പിന്നെ അതിന് ആന്തരികമായ സ്വഭാവം ഉണ്ട് അതിന്. അപ്പോ അതിനെയാണ് ഇവര് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയുന്നതൊക്കെ ആ ഒരു പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് യേശുവിനെ അവിടെ കൊണ്ടുവരുന്നത്. അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു. അത് ശരി തന്നെയാണ്. യോഹന്നാൻ 90-95 കാലഘട്ടങ്ങളിൽ ഈ ബൈബിൾ എഴുതുമ്പോൾ പിന്നെ നമ്മളും ദൈവത്തോടു കൂടി തന്നെയായിരുന്നു. എങ്ങനെ? അള്ളാഹുവിന്റെ വക്കലായിരുന്നു നമ്മളെ ആത്മാവുകൾ. അതേപോലെ തന്നെ 90-95 പിന്നെ കാലഘട്ടങ്ങളിൽ ഇരുന്നിട്ട് പിന്നെ യോഹന്നാൻ പറയാണ് അവൻ ദൈവത്തോടു കൂടെയായിരുന്നു എന്ന്. യേശു ഭൂമിയിലേക്ക് ഭൂജാതനാകുന്നതിന് മുമ്പ് പടച്ചതമ്പുരാന്റെ സമക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാവും. പിന്നീട് അദ്ദേഹം ഭൂമിയിൽ ഭൂജാതനായപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ ആത്മാവ് ഇവിടെ എന്താണ് ഇവിടെ മനുഷ്യനില് മനുഷ്യ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കാണ്. അപ്പൊ അതുവരെ എവിടെയായിരുന്നു? പടച്ചോന്റെ അടുത്തായിരുന്നു ആത്മാവ് ഉണ്ടായിരുന്നത്. അവിടെ അങ്ങനെ മനസ്സിലാക്കാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയും എന്താണ് നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോ എന്തുണ്ട്, ഇനിയും വരാൻ പോണ ഒരുപാട് ജനങ്ങളുണ്ട്. ഈ ആത്മാവ് എവിടെയാണ് ഇപ്പോ? ഈ ആത്മാവ് ഇപ്പൊ എവിടെയാണ്? അത് പടച്ചോന്റെ ഉടമസ്ഥതയിലാണ്. അതാണ് അവിടെ യോഹന്നാൻ പറയാൻ ശ്രമിച്ചത്. അവൻ പിന്നെ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയുന്നത്. അതുവരെ വളരെ ക്ലിയറാ. പിന്നെന്താ പറയണത്? വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ വചനം ദൈവത്തോടൊപ്പമായിരുന്നു എന്നാണ് അത്ര പറയുന്നത്. വചനം ദൈവത്തോടൊപ്പമായിരുന്നു എന്നാ പറയുന്നത്. അല്ല, വചനം ദൈവമായിരുന്നു എന്നല്ലത്ര അതിന്റെ ഒറിജിൻ. പിന്നെ അത് വിശദീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെയാണെന്ന് വിചാരിക്കുക, വചനം ദൈവമായിരുന്നു എന്ന് അവിടെ പറയുമ്പോ രണ്ടർത്ഥം ഉണ്ട് അതിന്. എന്താ വെച്ചാല് ബൈബിളില് പിന്നെ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല, കാണുക ഒട്ടും സാധ്യമല്ല. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 16-ാം വചനത്തെ തോന്നുന്നുണ്ട്. ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടുമില്ല, ഇനിയൊട്ട് കാണുക സാധ്യവുമല്ല. അപ്പൊ ആരും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഇസ്രായേൽ ജനം ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് പിന്നെ അവിടെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ കാണാം. പുറപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ ശബ്ദം മാത്രം കേട്ടു, പക്ഷേ അവിടെ രൂപം കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? യേശും പറയണില്ലേ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാന്റെ 1:18. നിയമാവർത്തനം 4:12 പറയുന്നുണ്ട്. അതിലെന്താ പറയണത്? അവര് പിന്നെ ദൈവത്തിന്റെ ശബ്ദം മാത്രം കേട്ടു, രൂപം ഒന്നും കണ്ടിട്ടില്ല എന്ന്. അതേപോലെ ദൈവം മോശയോട് മേഘത്തിലിരുന്ന് സംസാരിച്ചു. അപ്പോൾ അപ്പൊ അവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മറ്റേ ബൈബിളിൽ എഴുതി വെച്ച ആ ജനങ്ങളൊക്കെ തന്നെ, അതിലുള്ള ജനങ്ങള് പൂർവ ബൈബിളില്ല പഴയ നിയമത്തിലുള്ള ജനങ്ങള്, അവര് ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് എന്താണ്? യേശു പറയുന്നുണ്ടല്ലോ, അവർ എന്നെയും എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന് അല്ലേ? യേശു പറയുന്നുണ്ട് അവർ എന്നെയും എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു, ഇനി അവർക്ക് എന്തുണ്ട്? ഇനി അവർക്ക് ഒഴികഴിവില്ല. സത്യത്തില് യേശു എന്താ പറഞ്ഞത്? എന്നെയും എൻ്റെ പിതാവിനെയും അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് യേശു തന്നെ പറയുന്നുണ്ടല്ലോ. ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല എന്ന്. തിമോത്തിയോസ് 6:16 പറയുന്നുണ്ട്. പിന്നെ ഒരു നാളും ഒരാളും ദൈവത്തെ കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണുക സാധ്യവുമല്ല എന്ന്. അപ്പോൾ യേശു പറയുന്നുണ്ട് അവിടെ, ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു. അപ്പൊ ആ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ആ ദൈവത്തെ അവർക്ക് മനസ്സിലായി, എന്നെയും മനസ്സിലായി,
എന്നെ അയച്ച ദൈവത്തിനെ അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവർക്ക് പാപത്തിൽ നിന്ന് ഒഴി കഴിവില്ല എന്നുള്ള ക്ലിയർ ആണ്. അതാണ് പറയണത്. ഇവിടെ പിന്നെ ആ പഴയ നിയമത്തിലുള്ള എഴുതപ്പെട്ട ആ ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവര് ദൈവത്തിന്റെ ശബ്ദം മാത്രം കേട്ടു എന്നാണ്. മോശയോട് മേഘത്തിലിരുന്ന് സംസാരിച്ചു. അപ്പൊ ആ ശബ്ദം അവര് കേട്ടു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അതിലൂടെയാണ് അവരെന്തുണ്ട്, അവര് ഇത് പിന്നെ അത് ദൈവമാണെന്ന് അവർ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രവാചകന്മാര് അത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതാണ് ദൈവം. അപ്പൊ ആ ശബ്ദത്തെ അവരെന്ത് ചെയ്തു? ആ ശബ്ദത്തെ അവര് ദൈവം എന്ന് വിളിച്ചു. കാരണം അവര് കാണുന്നില്ല, ദൈവത്തെ കാണുന്നില്ല. ഇപ്പോ നമുക്ക് പിന്നെ ഈ തിമോത്തിയോസ് ഒന്ന് തിമോത്തിയോസ് 6:16 നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? അപ്രാപ്യമായിട്ടുള്ള പ്രകാശത്തിൽ വസിക്കുന്നവനാണ് ദൈവം. അവനെ ഒരു നാളും ആരും കണ്ടിട്ടുമില്ല, ഒരു കാണുക സാധ്യവുമല്ല. അപ്പൊ മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത ഒരു പ്രകാശത്തിലാണ് വസിക്കുന്നത് എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കണു. അപ്പൊ മനുഷ്യന്റെ കണ്ണിന് ഒരിക്കലും ഈ ഇത്തരം ഒരു വലിയൊരു പ്രകാശ വലയം, അല്ലെങ്കിൽ അതൊരു സങ്കല്പം മാത്രമാണ്, അല്ല അങ്ങനെ ഒരു വലയുണ്ടെന്നല്ല. അതായത് അത്രയും മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് ആ പ്രകാശത്തെ മറികടന്നു കൊണ്ടുവേണം ഒരു പക്ഷേ ദൈവത്തെ ദർശിക്കാൻ. അത് മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്നാ പറയണത്. അപ്രാപ്യമായിട്ടുള്ള പ്രകാശമാണ്. അപ്പൊ പിന്നെ ദൈവത്തിനെ കാണാൻ കഴിയില്ലല്ലോ. അപ്പോ ആ പ്രകാശത്തിന് മുന്നിൽ നമ്മൾ കുരുടന്മാരാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് വചനത്തെ ദൈവം എന്ന് വിളിച്ചു. പക്ഷെ വചനം മാത്രമല്ല ദൈവം എന്ന് പറയുന്നത്. കാരണം അത് ദൈവത്തിന്റെ കൽപ്പന മാത്രമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളുണ്ട്, ദൈവത്തിന്റെ ജ്ഞാനുണ്ട്, ദൈവത്തിന്റെ സൃഷ്ടിപ്പ്, അതേപോലെ ദൈവത്തിനുള്ള ഒരുപാട് കഴിവുകളുണ്ട്. അതൊക്കെ അതിന്റെ ആകെത്തുകയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ വചനത്തെ മാത്രം എന്താണ് അവര് അറിഞ്ഞിട്ടുള്ളൂ, വചനത്തെ മാത്രമേ അവര് മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ഈ കേട്ടതിനെ ദൈവം എന്ന് വിളിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്രാപ്യമായ പ്രകാശത്തിന്റെ മുമ്പില് മനുഷ്യര് കണ്ണുണ്ടായിട്ടും അവിടെ അന്ധന്മാരായി നിൽക്കുകയാണ്, കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് സാധാരണഗതിയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണ് കാണാത്ത ഒരാളാണെങ്കിൽ അയാള് ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ശബ്ദം, അദ്ദേഹത്തിന്റെ പാട്ടോ പ്രസംഗമോ എന്തെങ്കിലും കേൾക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെ പ്രസംഗമോ കേൾക്കുമ്പോഴോ പാട്ടോ കേൾക്കുമ്പോ അത് അദ്ദേഹം വ്യക്തിനെ ടൈപ്പ് ചെയ്യും. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ പിന്നീട് ആ വ്യക്തി വന്നിട്ട് അവിടെ വന്ന് വീണ്ടും അവിടെ പാടുകയോ പ്രസംഗിക്കുകയോ പറയും. എന്താ പറയാ? ഇത് ഇന്ന ആളല്ലേ അതെന്ന് പറയും. ഇപ്പൊ ഉദാഹരണം നമ്മളെ രാജ്യത്തെ ഏതെങ്കിലും ഒരു മന്ത്രി ആകട്ടെ. അപ്പൊ ആ മന്ത്രിയുടെ പേര് വീണ്ടും അയാൾ വന്ന് പ്രസംഗിക്കുമ്പോ ഇന്ന മന്ത്രിയല്ലേ ഇതെന്ന് പറയും. പക്ഷെ സത്യത്തിൽ ഇവര് മന്ത്രിനെ കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ആ മന്ത്രിയാണെന്ന് ഇവര് തിരിച്ചറിയണത്? ആ ശബ്ദത്തും കേട്ടിട്ട്. ആ ശബ്ദത്തെ ഇവരെന്ത് ചെയ്തു? മന്ത്രി എന്ന് വിളിച്ചു. സത്യത്തിൽ അവര് കണ്ടിട്ടില്ല. ഇതന്നെയാണ് ബൈബിളിൽ എഴുതി വെക്കപ്പെട്ട ഒരു ശൈലി നമുക്ക് മനസ്സിലാകുന്നത്. അവരാ ശബ്ദത്തെ ദൈവം എന്ന് വിളിച്ചു. അതാണ് നമുക്ക് അവിടെ കാണുന്നത്. ഏതുപോലെ ഇപ്പൊ ഈ ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണ് കാണാത്ത വ്യക്തി ഒരു വ്യക്തിയുടെ ശബ്ദത്തെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിലൂടെ ആ കണ്ണ് കാണാത്ത വ്യക്തി ആ ശബ്ദത്തിന്റെ ഉടമയെ അവിടെ പറയുന്ന ആ ശബ്ദത്തെ ആ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഉടമയെ കണ്ണ് കാണാത്ത വ്യക്തി അവിടെ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ് ഇവരും ഇവിടെ മനസ്സിലാക്കുന്നത്. കാരണം ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവര് വചനത്തെ ദൈവം എന്ന് വിളിച്ചത്, ബൈബിളിന്റെ ഒരു രീതി അനുസരിച്ച്. നമുക്കറിയാലോ വചനത്തെ മാത്രം ദൈവം എന്ന് വിളിക്കാൻ കഴിയില്ല. പക്ഷെ അവര് കിട്ടിയ അറിവ് വെച്ചിട്ട് അങ്ങനെ വിളിച്ചു എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ കടലിൽ നിന്ന് ഒരു ബക്കറ്റില് വെള്ളം എടുത്തു കഴിഞ്ഞാല്
ആ ബക്കറ്റിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കടലെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? അത് അത് കേവലം ബക്കറ്റിലുള്ള വെള്ളത്തിന് അതിന് കടലെന്ന് വിളിക്കൂല. പക്ഷേ എന്തുണ്ട്? കടലിന്റെ ഒരു അംശം അതിലുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, വചനത്തെ മാത്രം അങ്ങനെ ദൈവം എന്ന് വിളിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ മറ്റു സവിശേഷതകളും അവിടെ ദൈവത്തിനുണ്ട്. പക്ഷെ ഇവർക്ക് കിട്ടിയ അല്ലെ ഇവരറിഞ്ഞ ആ ഒരു രീതി വെച്ചിട്ട് അവരെന്ത് ചെയ്തു? വചനത്തെ ദൈവം എന്ന് അവര് വിളിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ വചനം ദൈവമാണ് എന്ന് അതിനെ അർത്ഥമാക്കുന്നില്ല. അതാണ് ബൈബിള് എഴുതി വെച്ച ആ ഒരു രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു വിശ്വാസം വെച്ചിട്ട് ഇവർക്ക് ദൈവം അവിടെ ഇല്ലാതെ ദൈവത്തിന് ആ സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ദൈവത്തിന് ആ സൗണ്ട് സൃഷ്ടിക്കാൻ കഴിയില്ല. ദൈവം സംസാരിക്കാതെ ആ സൗണ്ട് സൃഷ്ടിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ലോജിക്കലി പറയുമ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ മരത്തിന്റെ അവിടെ വന്ന് ആ മരത്തിന്റെ സൈഡിലോ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിലോ അവിടെയോ നിന്നിട്ട് സംസാരിക്കാതെ മറഞ്ഞു നിന്നുകൊണ്ട് സംസാരിക്കാതെ, ഇപ്പൊ ആൾക്കാർക്ക് കാണാതെ മറഞ്ഞു നിൽക്കുക, മായാവിനെ പോലെ മറഞ്ഞു നിന്ന് സംസാരിച്ചു എന്നല്ലാതെ അവർക്ക് മറ്റൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവര് ദൈവത്തെ ഈ ഭൂമിയിലെ കാണുന്നു എന്നുള്ളതാണ്. ഭൂമിയിൽ ഇറങ്ങി വന്ന് ഭൂമിയിൽ അവരുടെ അടുത്ത് സംവദിക്കുന്ന ഒരു ദൈവത്തെയാണ് അവരുടെ സങ്കല്പത്തിൽ ദൈവം. അങ്ങനെ വരുമ്പോൾ അവർക്ക് അങ്ങനെയേ തോന്നും. പക്ഷെ നമ്മള് അതിന്റെ ആവശ്യമില്ല. നമ്മൾക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്തതായിട്ട് ഉള്ള ഒരു കാര്യമല്ല അത്. ആ ഒരു സൗണ്ട് അവിടെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കേൾക്കാൻ പാകത്തിന് ആ സൗണ്ട് സൃഷ്ടിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അള്ളാഹുവിന് അത് കഴിയും. ഇത് ഇവരുടെ ഒരു സങ്കല്പമാണ്. ഇവരുടെ ഒരു സങ്കല്പത്തിനനുസരിച്ച് വചനത്തിനെ അങ്ങനെ എഴുതി വെക്കാണ് ഇവർ ചെയ്യണത്. ഇവിടെ ഉൽപ്പത്തി 18:21 ഉണ്ടോ? അവരുടെ പാപം ഗുരുതരമാണ്, അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിലിട്ടിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണെന്ന്. ഇതാരാ പറയണത്? ദൈവമാണ് പറയണത്. നമ്മൾ പറയില്ലേ, എൻ്റെ മകൾക്ക് എന്നെ മാതിരി പ്രസവിക്കാനായിക്കണു, ഞാൻ അവിടെ നിന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. എന്ന പോലെയാണ് ഈ പറയണത്, ഞാൻ അവിടം വരെ ഒന്ന് പോവുകയാണെന്ന്. ഇതെന്താന്ന് വെച്ചാല് ഇവർ ഈ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ മാനുഷിക തലത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അതിനനുസരിച്ച് വേണം ബൈബിളിനെ അവിടെ വ്യാഖ്യാനിച്ചു വെക്കാന്. അതിലൊക്കെ സംഭവിക്കണാണ് അവിടെ. ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് ഒരു ദൈവം പറയാണ്. അപ്പൊ അതെന്താ വെച്ചാല് മനുഷ്യന്റെ പരിധിയിലേക്ക് ദൈവത്തിനെ കൊണ്ടുവന്നതുകൊണ്ടാണത്. അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച ഈ പടച്ച തമ്പുരാനെ ഒരു സൃഷ്ടിയുടെ തലത്തിലേക്ക് അതിനെ പരിമിതിപ്പെടുത്തുന്ന ഒരു സങ്കല്പം, അത് എത്രത്തോളം ആ പ്രപഞ്ച സൃഷ്ടാവിനെ അവമതിക്കുന്നതിന് തുല്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു ദൈവം പറയാം, ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ എന്ന്. അപ്പൊ അതാണ് പറയണത്. സൃഷ്ടാവിനെ സൃഷ്ടിയുടെ തലത്തിലേക്ക് ചുരുക്കുമ്പോ എന്താ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാല് പിന്നെ സൃഷ്ടിക്ക് ആ സൃഷ്ടാവിന്റെ സ്വഭാവം നഷ്ടപ്പെടും. അതാണ് ബൈബിളില് നമുക്ക് മനസ്സിലാകണത്. പിന്നെ സൃഷ്ടിയുടെ പരിധിന്ന് സൃഷ്ടാവിന് പോകാൻ കഴിയില്ല. ആ സൃഷ്ടിയുടെ പരിധിയിൽ ഉള്ളിൽ നിലകൊള്ളേണ്ടി വരും. അതാണ് ഉൽപ്പത്തിയിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ അവിടം വരെ ഒന്ന് പോവുകയാണെന്ന്. ഞാൻ അവിടം വരെ ഒന്ന് പോവുകയാണെന്ന്. ഒന്ന് പോയി വരട്ടെ, ഞാൻ എൻ്റെ മകളേത്ത് പോവുകയാണെന്ന് പറയല്ലോ നമ്മൾ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ. എങ്ങോട്ടാണ് കാതരിക്ക് ഞങ്ങൾ പോകണ വെച്ചാൽ, ഞാൻ എൻ്റെ മകളേത്തേക്ക് ഒന്ന് പോവുകയാണ്, 4 മണിക്ക് എത്തുള്ളൂ എന്ന് പറയുന്ന പോലെ അതേ ലാഘവത്തോടെ ഞാൻ അവിടെ വരെ ഒന്ന് പോവുകയാണ്. എങ്ങനെയുണ്ട്? അത് പിന്നെ മരത്തിന്റെ അവിടെ ഒളിച്ചു വെക്കുമ്പോ കാണാൻ പറ്റാത്ത
ദൈവത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ പഴയ ഇതില് നിയമത്തില്. അപ്പൊ അത് തന്നെയാണ്, അങ്ങനെ അത് വായിച്ച് അത് ശീലിച്ച് അത് പഠിച്ചു വന്ന അവർക്ക് എന്തോ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇവരുടെ അടുത്ത് ദൈവത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ട്. കാരണം നമ്മൾ പറയുന്ന ആ ഒരു ലെവലിലേക്ക് എന്തോ അവർക്ക് എത്താൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ എക്യുപ്പ് ഇൻഫൈനൈറ്റും ഫൈനൈറ്റും പറഞ്ഞ് ആ പെട്ടതോടു കൂടിയാണ് ഇവരിപ്പോ ആ രീതിയിലേക്കൊക്കെ എങ്ങനെയെങ്കിലും കൊണ്ട് കൊള്ളിക്കാൻ നോക്കണത്. കൊള്ളണില്ല എന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ട്. ഒന്നാമത് ഇവർക്ക് പറ്റിയത് എന്താ വെച്ചാലേ ഈ കുരിശു മരണത്തിന്റെ അതിനെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ യേശുവിന്റെ യഥാർത്ഥ വരവിന്റെ ഉദ്ദേശം ഇവർ മറച്ചു വെച്ചു. ആ കുരിശു മരണത്തിന് വല്ലാതെ പിന്നെ അതിന് പൊടിപ്പും പൊങ്ങലും ഒക്കെ കുറിച്ച് എഴുതി. പക്ഷെ യേശുവിന്റെ യഥാർത്ഥ ദൗത്യം എന്തായിരുന്നു എന്ന് പറയാൻ ഇവര് പിന്നെ മറന്നുപോയതല്ല, അതിനെ മറച്ചു വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ആ യേശുവിന്റെ ദൗത്യം എന്തായിരുന്നു എന്ന് നമ്മളെ പാസ്റ്റർമാരോടും ചോദിച്ചു നോക്കി നിങ്ങള്. അവര് പറയില്ല യേശുവിന്റെ ദൗത്യം എന്തായിരുന്നു എന്ന്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. യേശു കുരിശിൽ മരിക്കാൻ വേണ്ടി വന്നതെന്ന് മറ്റേ അവര് പറയുന്നുണ്ടെങ്കിലും ഇതിനെ വിശദീകരിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പറഞ്ഞു കൊടുത്താൽ അവിടെ കുരിശ് പിന്നെ മരണത്തിന്റെ ആ സങ്കല്പം പൊളിയും. അതാണ് പ്രശ്നം. അതിവർ മറച്ചു വെച്ചു. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അവർ മറച്ചു വെച്ചു. അതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അല്ല, ഇവര് പലപ്പോഴും ഈ വചനം ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. വചനം ഉണ്ടാവുക എന്നുള്ളത് കൽപ്പനയല്ലേ ശരിക്കും സത്യത്തില്? ദൈവത്തിന്റെ ഒരു കൽപ്പന ഉണ്ടാവുമ്പോൾ ബാക്കിയുള്ളതെല്ലാം പിന്നെ അവര് വചനം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഉൽപ്പത്തിയിലൊക്കെ പറയുന്നത് പ്രപഞ്ചം ഉണ്ടാവുക എന്ന് പറഞ്ഞു, ഭൂമി ഉണ്ടാവുക എന്ന് പറഞ്ഞു, അങ്ങനെ ഭൂമി ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അതിലെ ഒരു ആദ്യത്തിൽ ഇങ്ങനെ വായിച്ചൊരു ഓർമ്മയില് കൽപ്പനയല്ല, അവിടെ ഒരു വചനം എന്നുള്ളത് കൊണ്ട് ഒരു വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. കൽപ്പന അല്ലേ? അപ്പോ ദൈവത്തിന്റെ കൽപ്പന അത് ശബ്ദമായി പുറത്തു വരണമെന്നൊന്നുമില്ല. ദൈവം ഉദ്ദേശിച്ചാൽ തന്നെ നടക്കുമല്ലോ. കുൻഫയക്കൂൻ എന്നുള്ളതല്ലേ അതിന്റെ ശരിയായ ഒരു രീതി. അത് ആ ഉണ്ടാവുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഉണ്ടാവുന്നു. അല്ലാതെ അവിടെ ഒരു വചനത്തിനൊരു പ്രത്യേകത ഒന്നുമില്ല. ആ വചനം എന്നിട്ട് ജഡമാവുന്നു. അതെങ്ങനെയാണ് അത് സംഭവം? ഈ ശബ്ദം പോയിട്ട് അങ്ങനെ ശരീരമാവുമോ? ഇത് ആ വചനം എന്നുള്ളത് ഒരു പാർട്ട്, ഒരു പ്രോപ്പർട്ടി ആയി മാറുന്നത്. ദൈവത്തിന്റെ ഒരു ഭാഗം, ദൈവത്തിന്റെ ഒരു പ്രോപ്പർട്ടി ആയി മാറുകയാണ് അതിന്റെ. അതിൽ നിന്ന് വേർപെട്ടിട്ട് എന്നിട്ട് ഒരു ശരീരമായി മാറുക. ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് എത്ര പറഞ്ഞിട്ട് ഇവർക്ക് ഇപ്പൊ ഒരു വ്യക്തി വന്നിട്ട് കുറെ സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എവിടെ ഇതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ആ വചനം കൊണ്ട് തന്നെയാണ് പിന്നെ പ്രപഞ്ചമൊക്കെ ഉണ്ടായത്. അപ്പൊ ഒരു കൽപ്പനയായിരുന്നു അത് എന്നാണ്. ആ കൽപ്പന പിന്നെ ഇല്ലാതായി മാറിയോ? ഈ ചോദ്യത്തിനൊന്നും കൃത്യമായിട്ടൊരു ഉത്തരമില്ല. കൽപ്പന എന്നുള്ളത് ശരീരമായി മാറിയ പിന്നെ ആ ശരീരമാണോ കൽപ്പന ഒന്നും ഒരു പിടുത്തം കിട്ടില്ല. അതെ, അത് നമ്മൾ ഈ ബൈബിളിന്റെ ഒരു ആഖ്യാന ശൈലിയിലാണ് നമ്മൾ അതിനെ പിന്നെ സംസാരിക്കണത്. അത് ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്, അഥവാ ദൈവത്തിന്റെ സംസാരാണെന്ന് സങ്കീർത്തനം 17-ാം അധ്യായം പിന്നെ 4-ാം വചനത്തിലൊക്കെ കാണാം. അതേപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ടും മനുഷ്യപുത്രൻ ജീവിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 21-23 പിന്നെ അവിടെ പറയണ എന്താ വെച്ചാല്, ദാനിയേലിനോട് പറയണ, ദാനിയേല് നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ വന്നതാണ് ഞാൻ എന്ന് പറയേണ്ടത്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തില്. അപ്പൊ അത് ക്ലിയർ ആണ്. കാരണം ഇവിടെ ദൈവത്തിന്റെ ഒരു കൽപ്പന ഉണ്ടായി ഈ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ.
എന്നിട്ട് ഈ ഗബ്രിയേൽ മാലാഖയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ആർക്ക്? ദാനിയേലിന്. നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ വന്നതാണ് ഞാൻ. ഇനിയിപ്പോ അത് യേശുവാണെന്ന് ദൈവമാണ് വിചാരിക്കുക. വചനം ദൈവാണെങ്കിൽ ദാനിയേലെ നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഒരു ദൈവം ഉണ്ടായി എന്നല്ലേ പറയേണ്ടത്. പക്ഷെ അതെന്താ വെച്ചാൽ ഇവർക്ക് യേശു ക്രിസ്തുവിനെ ദൈവമാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചും കൊണ്ടാണ് ഇവര് യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയണത്. അവിടെയാണ് ഈ പ്രശ്നം. പിന്നെ വചനം ജഡമായി എന്ന് അവര് ഉദ്ദേശിക്കണം എന്താ വെച്ചാല് അവര്, പക്ഷെ അത് അത്ര ക്ലിയർ ആയിട്ട് അവര് പറയില്ല. ക്ലിയർ ആയിട്ടല്ല, നമ്മൾ പറയുന്ന രൂപത്തിൽ അവര് പറയില്ല. അതെ, വചനം പിന്നെ ജഡമായി എന്ന് പറയുന്നത് ഈ പിന്നെ സത്യവേദ പുസ്തകത്തിലാണ്. വചനം മാംസമായി എന്ന് പറയുന്നുണ്ട് POC ബൈബിളില്. രണ്ടും രണ്ട് തരത്തിൽ എഴുതിയിട്ടുള്ളത്. നമ്മളവിടെ അതിനെ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ അത് ശരിയാണത്. വചനം ജഡമായി, വചനം മാംസമായി എന്ന് പറയുന്നത് ബൈബിളിന്റെ എഴുത്ത് പ്രകാരം ശരി തന്നെയാണ്. എന്താ വെച്ചാല് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത്. കാരണം അവിടെ ഗബ്രിയേൽ മാലാഖ വന്ന് പറയാണ്, ഇത് ദൈവത്തിൽ നിന്നും വന്ന ഒരു ദൂതനാണ്, അത് നിന്നെ അറിയിക്കാൻ വന്നതാണ് ഞാൻ. ഏത്? യേശു ക്രിസ്തുവിന്റെ ആ ഒരു പിന്നെ ജനനത്തെ കുറിച്ചിട്ട് മറിയയോട് അറിയിക്കാൻ വന്നതാണ്. അതിന്റെ ആ ഒരു കൽപ്പനയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ആ ദൈവത്തിന്റെ ഒരു വചനവുമായിട്ടാണ് അവിടെ ആര് വന്നിട്ടുള്ളത്? ഈ പറയുന്ന ഗബ്രിയേൽ മാലാഖ. അപ്പൊ അവരെ ഇത് അറിയിച്ചതിന് ശേഷമാണ് എന്താ യേശു പൂജ പിന്നെ മറിയത്തിന്റെ പിന്നെ ഗർഭത്തിൽ ഉരുവാകുന്നത്. അതാണ് അവിടെ ഈ പിന്നെ ഇവരെ അറിയിച്ചതിന് ശേഷമാണ്. അതാണ് വചനം മാംസമായി, വചനം ജഡമായി എന്ന് പറയുന്നതിന്റെ സംഭവം. പക്ഷെ ഇത് നേർക്ക് നേരെ അവര് വിവരിച്ചു കൊടുക്കൂല. കാരണം അങ്ങനെ വിവരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ യേശുവിന്റെ ദൈവത്വത്തിന് വിലയില്ലാതായി പോവും. അങ്ങനെ അവർ പറയില്ല. അത് എങ്ങനെയാണ് വചനം ജഡമായി എന്ന് അവർ വിശദീകരിക്കൂല. വചനം ജഡമായത് ബൈബിളിൽ നമുക്ക് ഇങ്ങനെയാ കാണുന്നത്. ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ദൈവത്തിന്റെ ആ കൽപ്പന അഥവാ വചനം മറിയത്തിനോട് അറിയിക്കുകയാണ്. അതിനുശേഷമാണ് മറിയം ഗർഭിണിയാകുന്നത്. അതാണ് വചനം ജഡമായി, വചനം മാംസമായി എന്ന് പറയുന്നത്. അത് സുവിശേഷകനും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവര് നേരെ അതിനെ എതിർ രീതിയിലാണ് അതിനെ വിവരിച്ചു കൊടുക്കുക. കാരണം യേശു ഒരു പിന്നെ മനുഷ്യനല്ല, 100% ദൈവവും 100% മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഒരു ട്രപ്പീസ് കളിയാണ്. അവിടെ ഇപ്പോ അവിടെയാണ് യൂനുസ് സാഹിബ് പറഞ്ഞ അനുസരിച്ച് വചനം ഇപ്പോ മറിയയെ സംബന്ധിച്ചിടത്തോളം വചനം ജഡമായി എന്ന് പറയുന്നത് ആ ഒരു ആജ്ഞയ്ക്കനുസരിച്ച് അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പൊ ആ വചനം അനുസരിച്ച് തന്നെയാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്, ഈ ഭൂമി ഉണ്ടായിട്ടുള്ളത്, ആകാശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാ ചരാചരങ്ങളും വചനാണ് അങ്ങനെ ആയിട്ടുള്ളത് എന്ന് പറയാണ്. അതേ ഒരു വ്യാഖ്യാനാണ് ഇപ്പൊ അവർ കൊണ്ടുവന്ന് പറയുന്നത്. എന്നിട്ട് അവന്റെ അതിൽ വേറെ ഒരു ഇത് പറഞ്ഞല്ലോ, ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് സംസാരിച്ച് ഈ ഒരുവൻ വരുന്നുണ്ട്, എന്തോ ഇവിടുന്ന് വായിച്ചതെന്ന് ഓർമ്മയില്ല, അവന്റെ പേർ വചനം എന്നാവുന്നു എന്ന്. അതെവിടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വചനം എന്നുള്ള പേരിലാണ് യേശു വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എല്ലാം ഒരു പുകയാണ് സത്യത്തിൽ പറഞ്ഞാല്. ഇത് വചനം തന്നെ, വചനം എന്ന് പറയുന്നത് കൽപ്പന എന്നുള്ളതാണ്. അതില് വചനമായിട്ട് വരണമെങ്കിൽ അതിൽ ശബ്ദം ഉണ്ടാവണം, വാക്കുണ്ടാവണം. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശബ്ദവും വാക്കും ഉണ്ടാവണം എന്ന് പോലും ഇല്ല. കൽപ്പന ഏത് രീതിയിലും ഓരോന്നിനെയും കൽപ്പിക്കാം. ആ കൽപ്പനക്കനുസരിച്ച് അത് മാറും. അതാണ് അവിടെ ശബ്ദം ഉണ്ടാവണമെന്നോ വാക്കുണ്ടാവണമെന്നോ ഇല്ല. ശബ്ദവും വാക്കും ഉള്ളതിനാണ് വചനം എന്ന് പറയുന്നത്. ഇവരുടെ ബൈബിളിലൊരു പിന്നെ ഇതിന്റെ ഒരു പിന്നെ ശൈലി ഉണ്ടല്ലോ, എഴുത്ത് ശൈലി. അതിലാണ് ഈ വാക്കും ശബ്ദം ഇപ്പൊ അവരെഴുതി പറയണുണ്ടല്ലോ, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സംസാരമാണ് വചനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
സങ്കീർത്തനം 17:4. അതവര് അവരുടെ പിന്നെ ആഖ്യാന ശൈലിയാണ്. പിന്നെ നമ്മൾ വിശ്വസിക്കപ്പെടുന്ന എന്താണ്? പടച്ചമ്പുരാന് അങ്ങനെ ഒരു പിന്നെ സംസാരിക്കൊന്നും വേണ്ട. അത് പടച്ചമ്പുരാൻ അത് ഇന്ന വസ്തുക്കൾ ഉണ്ടാവട്ടെ എന്ന് പിന്നെ ഒരു പിന്നെ വസ്തു ഉണ്ടാവട്ടെ എന്ന് അവിടെ എന്താണ് നമ്മളിപ്പോ അത് എങ്ങനെ പ്രയോഗിക്കുക എന്നറിയില്ല. വസ്തു ഉണ്ടാവട്ടെ എന്ന് അവിടെ ഉദ്ദേശിക്കുമ്പോ തന്നെ പറയണ്ട, ഉദ്ദേശിച്ചാൽ മതി, ആ വസ്തു ഉണ്ടാവും. പക്ഷെ ഇവരുടെ ബൈബിളിൽ എഴുതി വെച്ച ഒരു രീതി ഉണ്ട്, അതില് ശബ്ദം പിന്നെ സംസാരം ദൈവത്തിന്റെ സംസാരാണ്. അപ്പൊ ആ സംസാരം പുറത്ത് ഇങ്ങനെ വരും. അതാണ് വചനം എന്നൊക്കെ പിന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിക്കാണ് നമ്മളത് പറയണത്. അതാണ്, അതിൽ തെറ്റൊന്നുമില്ല. കാരണം അവര് വേറെ രീതിയിൽ അതിനെ വിശദീകരിച്ചു എന്നുള്ളൂ.